തൃശൂരിൽ നടന്ന ATM കവർച്ചയുമായി ബന്ധപ്പെട്ട് നാമക്കല്ലിൽ പിടിയിലായ പ്രതികളെ തൃശൂരിൽ നിന്നുള്ള പോലീസ് സംഘം ആദ്യം ചോദ്യം ചെയ്യും. പിന്നീട് നാമക്കൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളിൽ അന്വേഷണം തുടങ്ങും. പ്രതികൾക്ക് രാജ്യത്തിന്റെ മറ്റ് സ്ഥലങ്ങളിലും കേസുകൾ ഉള്ളതിനാൽ സമാനമായ ATM തട്ടിപ്പുകൾ നടന്ന സ്ഥലങ്ങളിലെ പോലീസിന് പ്രതികളുടെ ചിത്രം അയച്ചു കൊടുത്തിട്ടുണ്ട്. അറസ്റ്റിലായ ഹരിയാന നൂഹ് സ്വദേശി മുഹമ്മദ് ഇക്രത്തിന്റെ പേരിൽ പശ്ചിമ ബംഗാളിൽ മാത്രം 6 കേസുകളുണ്ടെന്ന് നാമക്കൽ പോലീസ് പറഞ്ഞു. പ്രതികളെ തേടി കൂടുതൽ സ്ഥലങ്ങളിൽ നിന്ന് പോലീസ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നാമക്കല്ലിൽ പോലീസ് അറസ്റ്റ് ചെയ്ത 7 പ്രതികളിൽ ഒരാൾ വെടിയേറ്റ് മരിച്ചിരുന്നു. മറ്റൊരാൾ കാലിന് വെടിയേറ്റ് കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. ശേഷിക്കുന്ന 5 പേർ സേലം സെൻട്രൽ ജയിലിലും. കവർച്ച, കൊലപാതക ശ്രമം, ആയുധം കൈവശം വയ്ക്കൽ, പോലീസിനെ ആക്രമിക്കൽ തുടങ്ങി 7 വകുപ്പുകളാണ് പ്രതികളുടെ പേരിൽ ചുമത്തിയിരിക്കുന്നത്. ബംഗളൂരു പോലീസും വിശാഖപട്ടണം പോലീസും അന്വേഷണത്തിന് നാമക്കല്ലിലെത്തി. ഹരിയാനയിലെ പൽവാൽ, നൂഹ് ജില്ലകൾ ഉൾപ്പെടുന്ന മേഖലയിൽ ഉള്ളവരാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ATM കവർച്ചകൾ നടത്തുന്നതെന്ന് പോലീസ് പറഞ്ഞു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് ഇപ്പോൾ കൂടുതലായി കവർച്ച നടത്തുന്നത്.